ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിനിയ ഫ്രാൻസിസ്. ഞാനിവിടെ ഒരു പാൻറ്റിഫൈ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു UK-യിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ UK-യിൽ വന്നിട്ട് ആദ്യം നമ്മൾ ഫ്രഷേഴ്സൊക്കെ ആയിട്ട് വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ്, ഇവിടെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുമോ, എളുപ്പമായിരിക്കും അങ്ങനെയൊക്കെ ചോദിച്ച്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ നഴ്സിംഗ് നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ എനിക്കും അധികം കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഒരു 2 വർഷത്തിന് അടുപ്പിച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് കൂടി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ പുതിയതായിട്ട് ഫ്രഷേഴ്സായിട്ട് വരുന്നവരോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവായിട്ട് വരുന്നവരുടെ ഇനീഷ്യൽ സ്ട്രഗിൾസ്, ഞാൻ ഇവിടെ ഫേസ് ചെയ്ത സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്നാട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ നിന്ന് CBT OET അല്ലെങ്കിൽ IELTS ഇതൊക്കെ പാസ്സായിട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു മൈൻഡിലുള്ളൊരു തോട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞു, ഇനി അവിടെ ചെല്ലുക, സ്വസ്ഥമായിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ OSCE എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടമ്പ കൂടിയുണ്ട്. OSCE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ടൈമിൽ അവർ നന്നായിട്ട് നമ്മളെ പ്രഷറൈസ് ചെയ്താണ് അത് പഠിപ്പിക്കുന്നത്. അത് ഇംഗ്ലീഷുകാർ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രഷറായിരിക്കും നമ്മൾ മലയാളികൾ പഠിപ്പിക്കുമ്പോൾ എന്ന് ഇവിടെ പുതിയതായിട്ട് വന്ന പിള്ളേർ പറയുന്ന കേട്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ അത് പാസ്സാക്കണം എന്നുള്ള രീതിക്ക് അവർ അത്യാവശ്യം നമ്മളെ പ്രഷർ തന്നെ ആയിരിക്കും പഠിക്കുന്നത്. പക്ഷേ OSCE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കടക്കാൻ പറ്റാത്തൊരു കടമ്പയൊന്നും അല്ല. നമ്മളൊന്ന് അത്യാവശ്യം ഉത്സാഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ഇതിൽ തന്നെ പാസ്സാവാൻ പറ്റിയതുള്ളൂ. പിന്നെ നമ്മുടെ ലെക്ക് പോലെയൊക്കെ ഇരിക്കും. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലുമൊക്കെ മാറിപ്പോയ ഒരു സ്റ്റേഷനൊക്കെ ഫെയിലാകും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ വേൾഡ് ഒന്നും അല്ല. നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ അത് എഴുതിയെടുക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് പോകുന്നുള്ള, അത് അടുത്ത സാലറി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ആയി പോകും. അത് നമ്മൾ ഒത്തിരി അങ്ങ് പേടിക്കേണ്ട കാര്യമല്ല. OSCE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് അത്യാവശ്യം ഒന്ന് ഉത്സാഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പാസ്സായി പോകാൻ പറ്റുന്ന കാര്യം തന്നെ. പക്ഷെ നമ്മൾ അവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ ഉള്ളൊരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നൊരു സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OSCEയുടെ പ്രിപ്പറേഷൻ. ഞാൻ വന്നൊരു ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇവിടെ സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ള ടൈമായിരുന്നു. ഇവിടെയൊക്കെ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ കുറേയൊക്കെ സ്റ്റാഫ് ഷോർട്ടേജ് ഫില്ലായിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റാഫിങ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ വന്ന ടൈമിൽ സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ള ടൈം ആയതുകൊണ്ട് എൻ്റെ OSCE കഴിഞ്ഞ് എനിക്ക് പിന്നെ കിട്ടി നെക്സ്റ്റ് ഡേ എനിക്ക് ടീം തന്നു തുടങ്ങി അവർ. അപ്പം OSCE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് OSCEയുടെ ഡേറ്റ് പെട്ടെന്ന് കിട്ടി. 2 മാസത്തിനുള്ളിൽ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. 2 മാസം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ അങ്ങ് ഫെമിലിയറൈസ് ആയി വരുന്നതും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ എനിക്ക് പിന്നെ കിട്ടി. ഞാൻ ടീം എടുക്കാൻ തുടങ്ങി. എനിക്ക് ഇൻഡിവിജ്വലായിട്ട് ഞാൻ ജോബ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സ്ട്രഗിളായിരുന്നു. കാരണം ആ ഒരു ടൈമിൽ ഏറ്റവും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇംഗ്ലീഷ് തന്നെയാണ്. എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാമെന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. ആ ഒരു ധാരണയൊക്കെ ഇവിടെ വന്നപ്പോൾ മാറി. ഇപ്പോഴും ഇവർ പലരുന്ന പല തമാശകളും എനിക്ക് മനസ്സിലാവാതെ പോകാറുണ്ട്. ചിലപ്പോൾ ഇവർ തമാശ പറഞ്ഞിട്ട് ഇവർ തന്നെ ചിരിക്കും. അപ്പോൾ കൂടെ ഇങ്ങ് ചിരിച്ചു കൊടുക്കുക ചെയ്യാറ്. കാരണം അവർ തമാശ പറഞ്ഞ് ഇവർ നോർമലുള്ളതായിട്ട് അവരുടെ ഒരു ഇതാണ് അവർ തന്നെ ചിരിക്കുക എന്നുള്ളത്. ചിലർ ചിരിച്ചില്ലെങ്കിൽ തീർന്ന് തമാശയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ ഭയങ്കര ഒരു സ്ട്രഗിൾ തന്നെ. ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും പറയാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ OSCE കഴിഞ്ഞ് ടീം എടുത്ത് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു രീതിക്കേ അല്ല നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറേ കാര്യങ്ങളിൽ നമ്മൾ സ്ട്രെസ് എടുത്താണ് നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അങ്ങനെ ഒരു സ്ട്രെസ്സേ ഇല്ല. നാട്ടിൽ നിന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രോഗി മെഡിസിനൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, ഇത് കഴിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കയറ്റുക ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വേണ്ടാന്ന് പറഞ്ഞാൽ ഓക്കെ വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് പറയും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, ഇത് കഴിക്കാതിരുന്നാൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവൂട്ടോ എന്ന് പറയും. എന്നാലും അവരെനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അത്ര തന്നെ വേണ്ട. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ വന്നപ്പോൾ നിർബന്ധിച്ച് കഴിപ്പിക്കാനുള്ളൊരു ടെൻഡൻസി ഒക്കെ നമുക്കുണ്ടായിരുന്നു. ഇല്ല കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളെല്ലാവരും ഒന്ന് ഒബ്സർവ് ചെയ്തു. കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്ലൈൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. അതങ്ങ് ഇടുക, അവിടെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സ്റേക്ക് വിടുമ്പോൾ, ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൻ്റെ ബേസ് ചെയ്തായിട്ട് ഞാൻ സംസാരിക്കുന്നത്, നമ്മളൊരു എക്സ്റേക്ക് വിടുകയാണെങ്കിൽ അതിനുള്ള റിക്വസ്റ്റ് നമ്മൾ തന്നെ വിടണം. നമ്മൾ അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കുറേ സ്ട്രഗിൾസ് നമ്മുടെ തലയിൽ കൂടെ കിടന്ന് പോയിരുന്നു. ഇവിടെ പോർട്ടർ വരുന്നു, പേഷ്യൻ്റ് എടുത്തുകൊണ്ട് പോകുന്നു, നമ്മളൊന്നും അറിയുന്നില്ല. റിക്വസ്റ്റ് ചെയ്ത് എക്സ്റേക്ക് ആരാ റിക്വസ്റ്റ് ചെയ്തതെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. ആദ്യം വന്നപ്പോൾ എനിക്കതൊക്കെ ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷെ അത് ഈസി ആയിട്ടുള്ളൊരു കാര്യം. എന്നാലും നമ്മുടെ മൈൻഡിൽ നമുക്കൊന്ന്
കോർഡിനേറ്റ് ചെയ്ത് വരണം. ഓക്കെ, നമ്മൾ ഇതിലൊന്നും ഇടപെടണ്ട, അവരവരുടേതായ കാര്യങ്ങൾ ചെയ്തോളൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ സൈഡിൽ കൂടെ നടന്നോളൂ എന്നുള്ളത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൾച്ചറൽ ഷോക്ക് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അത് പല രീതിയിൽ അഫക്റ്റ് ചെയ്യാട്ടോ. അപ്പം നമ്മളിപ്പം നാട്ടിലൊരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടങ്ങി ഒതുങ്ങി ജീവിക്കുക, അങ്ങനെ ഒരു ജീവിത ശൈലിയിൽ ജീവിച്ച് വന്നവർ. അപ്പം ഇവിടുത്തെ ആളുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങുക എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അവരുടെ ജീവിത രീതിയിലില്ല. അപ്പം ഇവിടെ സ്ത്രീകളാണെങ്കിൽ ഇപ്പം നമ്മൾ ഫീമെയിൽ സ്റ്റാഫ്മാരാണെങ്കിൽ നമ്മളിപ്പോൾ അവിടെ ചെന്നു നമ്മുടെ ജോലി കഴിഞ്ഞ് ഇറങ്ങി പോകുന്നു, അങ്ങനെ ഒരു രീതിയാണ് നമ്മൾ നാട്ടിൽ പ്രാക്ടീസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കും നമ്മൾ ജനറലായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട് പോരുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു ബെയിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണെങ്കിൽ ഇവരങ്ങ് ഇരുന്നങ്ങ് സംസാരിക്കാൻ തുടങ്ങും, ഉറക്കെ അങ്ങ് ചിരിക്കും. നമ്മളങ്ങനെ ഉറക്കെ പൊട്ടിച്ചിരിച്ചൊന്നും ശീലിച്ചിട്ടില്ല, അതൊക്കെ നമ്മൾ ഒതുക്കിയാണ് നമ്മുടെ വീട്ടുകാർ പഠിപ്പിച്ചേക്കുന്നത്. അങ്ങനെ ഉറക്ക ചിരിക്കാനൊന്നും പാടില്ല പെൺപിള്ളേർ. ഇവിടെ അവർ ഉറക്ക ചിരിക്കും, വീട്ടിലെ കാര്യം പറയാം, നാട്ടിലെ കാര്യം പറയാം, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കൂളായിട്ട് അവർ ഓപ്പണായിട്ട് എടുത്തടിച്ചങ്ങ് സംസാരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ അവർ പേഷ്യൻസ് ആണെങ്കിലും പെട്ടെന്ന് റിയാക്ട് ചെയ്യും, ഇപ്പോൾ പെട്ടെന്ന് ഒരു കരയും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നുള്ളത് കൾച്ചറൽ ഷോക്കിന്റെ പല പല ആസ്പെക്റ്റിലുള്ള കാര്യങ്ങൾ വെച്ചിരിക്കും. അപ്പൊ നമുക്ക് അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം, അവരെ നമുക്ക് എങ്ങനെ ആശ്വസിപ്പിക്കണം, അങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ അവരെ പോയി അത്ര ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിക്കില്ല, കാരണം നമ്മൾ ഒതുങ്ങി സംസാരിച്ച് ഇലിച്ചു വന്നില്ല. ചിലർ കുഴപ്പമില്ല, ചിലർ വരുമ്പോഴേ ഇത്തിരി എടുത്ത് ചട്ടക്കാരൊക്കെ ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഇവിടെ പിടിച്ചു നിന്ന് പോകാൻ പറ്റും. ഇവര് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യണം, എല്ലാവരോടും നമ്മൾ സംസാരിക്കണം. നമ്മൾ പൊതുവേ എന്ന് പറഞ്ഞാൽ ഇത്തിരി പൊതുങ്ങി ശീലമുള്ളവരായതുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിലേക്ക് അവർ ചിന്തിച്ചു തുടങ്ങും. അവർക്ക് ജോലിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ വാർഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ HCS ഉള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ HCS തന്നെ പറഞ്ഞു തുടങ്ങും അവൾ ഭയങ്കര സൈലന്റ് ആണല്ലോ എന്നുള്ളതൊരു ഫസ്റ്റ് സംസാരമായിരിക്കും. പിന്നെ അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നായിരിക്കും പറഞ്ഞു വരുന്നത്. അപ്പോൾ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുമ്പോൾ തൊട്ടേ ആക്റ്റീവായിട്ട് നമ്മൾ ശരിക്കും എല്ലാവരോടും സംസാരിച്ച് HCMമാരോടാണെങ്കിലും പേഷ്യൻസിനോടാണെങ്കിലും നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിനോട് എല്ലാവരോടും നമ്മൾ അങ്ങോട്ട് കയറി സംസാരിച്ച് നമ്മൾ ആക്റ്റീവാണെന്നും നമുക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നും ഒരു തെറ്റിദ്ധാരണ നമ്മൾ വരുമ്പോൾ തന്നെ അവരിൽ പരത്തണം. അപ്പം ഞാൻ വന്നത് റോഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് ഞാൻ പൊതുവെ അങ്ങനെ അധികം സംസാരിക്കാറില്ല, പതുങ്ങിയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ സൈലന്റ് ആണെന്നുള്ളൊരു സംസാരം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അടുത്ത സ്ഥലത്ത് വന്നപ്പോൾ റിക്കവറിയിൽ വന്നപ്പോൾ ഞാൻ തുടക്കത്തിലേ എല്ലാവരോടും ഇന്ററാക്ട് ചെയ്ത് തുടങ്ങി. അപ്പം നമുക്ക് ആ ഇന്ററാക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ടൊരു ബോണ്ട് സ്ഥാപിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു ടോക്ക് അവിടെ വന്നാതിരുന്നോളും. പിന്നെ പൊതുവെ അങ്ങനെ ആ ഒരാൾ സൈലന്റ് ആണ്, അയാൾ ആരോടും ഇന്ററാക്ട് ചെയ്യാറില്ല എന്നൊരു ടോക്ക് വരില്ല. പുള്ളി നല്ല ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ആളാണ്, എല്ലാവരോടും സംസാരിക്കാറൊക്കെ ഉണ്ട്, ജോലിയിലാണെങ്കിൽ നല്ല ചുറുചുറുന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ നമ്മുടെ ഒരു കൾച്ചറൽ ഷോക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ സൈലന്റ് ആയി പോകരുത്, നമ്മളും ആക്റ്റീവായിട്ട് തന്നെ പെരുമാറണം. നമ്മൾ വരുമ്പോൾ നമുക്കുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇവരെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മളോട് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിലും അത് പോയി ചെയ്യടി അത് അങ്ങനെ ചെയ്യുന്ന ഒരു പറച്ചിലേ ഇവിടെ ഇല്ല. വുഡ് യു ലൈക്ക് ടു ഡൂ എന്ന് ചോദിക്കുന്നത്. അപ്പം നിനക്ക് ഇഷ്ടമാണ് അത് ചെയ്യാൻ, നിനക്ക് ഇഷ്ടമാണ്. അപ്പം നമുക്കിപ്പം ഒന്നും ചെയ്യാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പം യെസ് ഐ വുഡ് ലൈക്ക് ടു, ഞാൻ ചെയ്തോളാം, എനിക്ക് ഇഷ്ടമാണെന്നായിരിക്കണം നമ്മുടെ ഉത്തരം. അതാണ് അവർ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. നീ അത് പോയി ചെയ്യുക, ആ കോൾ ബെല്ല് പോയി നീ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ആളെ പോയി നീ കുളിപ്പിക്കുക, അങ്ങനെ ഇവർ പറയില്ല. വുഡ് യു ലൈക്ക് ടു, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമാണോ? അപ്പം എനിക്കിഷ്ടമാണ്, ഞാൻ ചെയ്തോളാം. അതാണ് അവരിൽ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം ആയിരിക്കില്ല നമ്മൾ, ഇവരെന്താ എനിക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കണത്, അങ്ങനെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷെ നമ്മളിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ ഞാനത് ചെയ്തോളാം, അല്ലെങ്കിൽ നീ അത് പോയി ചെയ്യുക എന്നവർ പറയുന്നത് വേറൊരു രീതിക്ക്, നമ്മളെ റൂഡ് അല്ലാത്ത ഒരു രീതിക്ക് അവർ പറയുന്ന ഒരു രീതിയാണ് വുഡ് യു ലൈക്ക് ടു എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരുമ്പോൾ ഉള്ളൊരു എന്താ പറയുക, നമുക്കതൊന്ന് കോഡ് ചെയ്ത് ബ്രെയിനിലേക്കൊക്കെ ഇങ്ങനെയാണ് ഇവർ സംസാരിക്കുന്നത്, അവർ ഇതിൽ നിന്ന് ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് കോഡ് ചെയ്ത് വരാനായിട്ടുള്ളൊരു സമയം. അതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ ഇവർ ഹായ് ഹലോ എന്ന് പൊതുവെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സല്യൂട്ട് ചെയ്താണ് നമ്മൾ നടക്കാറ്. അപ്പം ഹായ് ഹലോ എന്ന് പറയുന്നതിന് പകരം ശരിക്കും പറഞ്ഞാൽ യുകെയുടെ ഒരു കോഡാണ് യു ഓൾ റൈറ്റ് എന്ന് ചോദിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇവർ ഹായ് ഹലോ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഓൾ റൈറ്റ്, നിനക്ക് സുഖമാണോ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കണം. ചുമ്മാ കടന്നു പോകുമ്പോൾ ആരും വെറുതെ നമ്മൾ കടന്നു പോകാറില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുമ്പോൾ ഈ ഓൾ റൈറ്റ് ചോദിച്ചായിരിക്കും നടക്കുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വരുമ്പോൾ ആ യു ഓൾ റൈറ്റ് ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഐ ആം ഫൈൻ ആൻഡ് യു, അല്ലെങ്കിൽ ഐ ആം ഫൈൻ താങ്ക് യു ആൻഡ് യു എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചോദിച്ചു വരുന്നത്. ആ ആൻഡ് യു വരുമ്പോഴേക്കും അവരവർ ചെല്ലേണ്ട സ്ഥലത്ത്, കോറിഡോറിൽ നടന്നു വന്ന വഴിക്കായിരിക്കും ഈ ഓൾ റൈറ്റ് ചോദിക്കണം. അപ്പോൾ അവരവർ ചെല്ലേണ്ട സ്ഥലത്ത് ചെന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആൻസർ നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും
പറഞ്ഞു വന്ന ആളെ കാണാനില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞ ഈ ആം ഫൈൻ യു എന്ന് ചോദിക്കുമ്പോഴേക്കും എന്നാലും കടന്നു പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ പിന്നെ നമ്മുടെ ബ്രെയിനിൽ കോഡ് ചെയ്ത് നമ്മളെല്ലാവരും ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി, എല്ലാവരും എങ്ങനെയാണ് ഇതിന് ആൻസർ പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കി ഓൾ റൈറ്റ് നിൽക്കുമ്പം ഈ അയ്യോ അതായിരിക്കണം നമ്മുടെ ആൻസർ. വെറുതെ കടന്നു പോകുമ്പോഴും നമ്മളിപ്പോൾ ജസ്റ്റ് ഒരാളെ ഫ്രണ്ടിൽ കണ്ട അയ്യോ ഓൾ റൈറ്റ് ആദ്യമൊക്കെ ഇവരിപ്പോൾ ചോദിക്കുമല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച് നടന്നിട്ടുണ്ട്. ഇപ്പം അവർ ചോദിക്കാൻ സമ്മതിക്കാറില്ല, കടന്നിട്ട് അയ്യോ ഓൾ റൈറ്റ്. അപ്പം നമ്മുടെ സൈഡിൽ നിന്ന് ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ അവരെന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് അങ്ങോട്ട് കടന്നു പോകാം. അത് ആ ചോദ്യം എറിഞ്ഞിടുക, കടന്നു പോകുക, അത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ശീലം. അങ്ങനെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ബ്രെയിനിൽ കോഡ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങളായിട്ട് തോന്നും. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ഈ പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് വേർഡ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പൊതുവെ വീഡിയോസിൽ പറയാറുള്ള കാര്യം. അപ്പോൾ എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ നാടുമായിട്ട് ഒരുപാട് നമ്മൾ വർക്ക് ചെയ്യുന്നതിനാണെങ്കിൽ കൂടിയും വേറെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല പമ്പുകൾ നാട്ടിൽ പല പമ്പുകൾ യൂസ് ചെയ്യാത്ത പല പമ്പുകളും ഇവിടെ വന്നിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ IV ഫ്ലൂയിഡ് ഒക്കെ ആണെങ്കിൽ എല്ലാം ഡയറക്റ്റ് തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പമ്പിൻ്റെ യൂസ് ഒന്നും നാട്ടിൽ അധികം ഉണ്ടായില്ല. ഇവിടെ വന്ന് തുടങ്ങിയപ്പം എല്ലാം പമ്പിൽ കൂടെ, ഫ്ലൂയിഡ്സ് എല്ലാം പമ്പിൽ കൂടെ പോകുന്നു, പല ഇൻഫ്യൂഷനുകൾ പമ്പിൽ കൂടെ പോകുന്നു, പല പെയിൻ മാനേജ്മെൻറ്റുകൾ വേറെ പല ഡ്രഗുകൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം ഉപയോഗിക്കാത്ത പല മോർഫിൻ ആണെങ്കിലും ഫെൻഡലിനാണെങ്കിലും അങ്ങനെ പല ഡ്രഗുകൾ ഇൻഫ്യൂഷൻ ആയിട്ട് പോകുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പമ്പ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇതുമായിട്ട് നമുക്ക് എല്ലാത്തിനും നമുക്ക് കോമ്പിറ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ കൂടെ നമുക്ക് പിന്നെ കിട്ടി നമുക്ക് ഈ കോമ്പിറ്റൻസികൾക്ക് അപ്ലൈ ചെയ്ത് കോമ്പിറ്റൻസികളുടെ ക്ലാസ് വന്ന് അത് നമ്മൾ കോമ്പിറ്റൻ്റ് ആവുന്നത് വരെയുള്ളൊരു പീരീഡിൽ ഒരു പക്ഷേ നമുക്ക് ഇതിനിടയ്ക്ക് ഇതേ പമ്പുകളൊക്കെ ഉള്ള പേഷ്യൻസിനെ കിട്ടും. നോർമലായിട്ടുള്ള വോളുമാറ്റ് പമ്പ്, അതായത് നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കുന്ന പമ്പിനൊന്നും കോമ്പിറ്റൻസിയുടെ ആവശ്യമില്ല. പക്ഷേ പെയിൻ മാനേജ്മെൻറ്റുകളുടെ പമ്പുകൾക്കൊക്കെ കോമ്പിറ്റൻസി വേണ്ടി വരും. അപ്പോൾ അതുവരെയുള്ളൊരു ടൈമിൽ നമുക്ക് ഇതിനിടയ്ക്കൊക്കെ എപ്പിഡ്യൂറിലൊക്കെ പോകുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് നോക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്നും നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഒരു ICU എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ലെങ്കിൽ ഇങ്ങനെ പമ്പുകളൊക്കെ മുമ്പ് യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്കൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത് എന്നെപ്പോലെ വരുന്നവർക്കോ, ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാതെ വരുന്നവർക്കോ അല്ലെങ്കിൽ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് അത് ODയിലോ OPDയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് വന്ന് ഇങ്ങനെ ക്രിട്ടിക്കൽ ഏരിയസിലേക്ക് നമ്മൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ വരാൻ പോകുന്ന സ്ട്രഗിളിനെ കുറിച്ച് വന്നു. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ഇല്ലായ്മ ഒരു പരിധി വരെ ഒരു പ്രശ്നമാകും. പിന്നെ നമ്മൾ കാലങ്ങൾ കഴിയുമ്പോൾ 5-6 മാസം കഴിയുമ്പോൾ നമ്മൾ ഇതുമായിട്ട് അഡാപ്റ്റഡ് ആകും, നമ്മൾ പഠിക്കും, ലേൺ ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എത്ര എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ കൂടി ഇപ്പം 20-30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റക്കായി നിൽക്കുമ്പോൾ ഞാൻ അവിടെ പോയി ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ശരിയാകുമായിരിക്കും, അല്ലെങ്കിൽ അവർക്കത് ചോദിക്കാനൊരു മടിയില്ല കേട്ടോ. അപ്പം അവർ ചോദിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രെയിൻ വൈകുന്നേരം എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഉച്ചയാണെങ്കിൽ ഒരു ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് നീ ഇതൊന്നും എനിക്ക് പറഞ്ഞു തരാമോ, ഇത് എങ്ങനെ ചെയ്യുന്നത്, നിൻ്റെ കുറച്ചും കൂടെ യങ് ആയിട്ടുള്ള ബ്രെയിൻ ആയില്ല, അത് കുറച്ചും കൂടെ നിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടോ. വളരെ ടാക്ടിക്കായിട്ടുള്ള അപ്രോച്ച്, അതായത് അവർക്ക് അറിയില്ല എന്ന് അവർ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇച്ചിരി പ്രായമായിട്ടുള്ളവരോ എനിക്ക് ഏർലി സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യ ആണെന്ന് തോന്നുന്നു, എൻ്റെ ബ്രെയിൻ നിന്നെ പോലെ വർക്ക് ചെയ്യില്ല, നീ ഒന്ന് വന്ന് പറഞ്ഞു തരും. അപ്പം എല്ലാത്തിനും അവർക്ക് അവരുടേതായ എക്സ്ക്യൂസുകളുണ്ട്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഠിച്ചു വെക്കേണ്ടൊരു കാര്യം കൂടെ ആയിട്ട് ഇവിടെ വരുമ്പോൾ. ഇപ്പോൾ കുറേയൊക്കെ നമ്മൾ ടാക്റ്റിക്കായിട്ട് നമ്മളും പഠിച്ചു തുടങ്ങി. ഞാൻ പറയുന്നത് എനിക്ക് വെരി ഏർലി സ്റ്റേജ് ഓഫ് ഡിമെൻഷൻ എന്ന് പറഞ്ഞാൽ യങ് ഏജിൽ എനിക്ക് ഡിമെൻഷൻ ഞാൻ മറന്നു എന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ഇപ്പം ഞാൻ ചോദിക്കാറ്. അപ്പോൾ അങ്ങനെ നമ്മൾ ടാക്റ്റിക്കായിട്ട്, അതായത് എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, അന്ന് എനിക്ക് അറിയില്ല, നിന്റെ ആവശ്യം എനിക്കുണ്ട്, നിന്നിൽ നിന്ന് ഞാൻ ഈ ആൻസർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വളരെ വളച്ചൊടിച്ച രീതിക്കൊക്കെയാണ് ഇവർ പലതിൻ്റെ ആൻസർ. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഷൗട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഫ്രേസാണ് കേട്ടോ. നമ്മളൊരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് ചോദിക്കാം, ഹെൽപ്പ് ഉണ്ടാകും. പല രീതിക്കുള്ള ഹെൽപ്പുകളുണ്ട്. അപ്പോൾ ഓരോ സ്പെഷ്യലൈസേഷനുള്ള നഴ്സുമാരുണ്ടാവും. അപ്പം എല്ലാത്തിൻ്റെയും നാട്ടിലെ പോലെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നവർ ഡോക്ടേഴ്സ് അല്ല. ഡോക്ടേഴ്സിൻ്റെ റോള് മാത്രമേ ഉള്ളൂ ഇവിടെ. പല റോളുകളും അവരെക്കാളും കൂടുതൽ റോൾ ഇവിടെ നഴ്സസിനായിരിക്കും. അതൊരു എന്താ പറയുക, ഒരു കറുത്ത രഹസ്യം ആണ് ഇവിടുത്തെ. ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് അവരുടെ സൈഡിൽ നിന്ന് ഡിസ്ചാർജ് പറഞ്ഞിട്ട് പോയാലും ഇപ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് നേഴ്സിൻ്റെ അണ്ടറിലാണ് പേഷ്യൻ്റ് എങ്കിൽ ആ നേഴ്സ് പറയാതെ പേഷ്യൻറ്റിന് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ പല സിനാരിയോസ് ഉണ്ടാവും. നമ്മളിവിടെ വന്ന് എക്സ്പോഷർ ആയി കഴിയുമ്പം നമ്മൾ പഠിക്കും. നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നാട്ടിലെ പോലെ വില കുറഞ്ഞ പ്രൊഫഷൻ അല്ല. ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പവർ ഉണ്ട്. പക്ഷെ സ്പെഷ്യലൈസേഷനിൽ എത്തിപ്പെടണം. സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്കത്ര എന്താ പറയുക, ഒരു സ്ട്രോങ് നമുക്കൊരു
തോട്ടുണ്ട്, ഇവിടെ എത്തിപ്പെടണം എന്നുള്ളൊരു തോട്ടുണ്ട്. എനിക്കെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ ഞാൻ മടി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരുപാട് വേക്കൻസീസിലേക്കൊന്നും നോക്കാറില്ല. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ തന്നെ അനസ്തെറ്റിക് നഴ്സിന്റെ വേക്കൻസീസ് ഇപ്പോൾ പലതവണ വന്നിരുന്നു, മടി കാരണം പോവാത്ത. അതിന് യൂണിയിൽ പോയി പഠിക്കുകയൊക്കെ ചെയ്യണം, സ്പെഷ്യൽ കോഴ്സ് എടുക്കണം. അപ്പോൾ അതിൻ്റെ മടി കാരണം എനിക്ക്. അപ്പം നമുക്ക് അങ്ങനെ ഒരു എയിം ഉള്ളവരാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും. സ്പെഷ്യലൈസേഷനിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പവർ കൂടുതലുണ്ട്, സാലറിയും വ്യത്യാസം വരും. പിന്നെ സാലറിയെ കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല. എന്നിരുന്നാലും 5 in 6 കയറുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം വരും. പിന്നെ 5 തന്നെ ആണെങ്കിൽ അത്രയും സാലറി ഉണ്ടാവുള്ളൂ. പിന്നെ സ്പെഷ്യലൈസേഷൻ ഏരിയകളിൽ ചെന്ന് കഴിയുമ്പോൾ വർക്കിംഗ് അവർ കുറയും, വീക്കെൻഡ് കുറയും, നൈറ്റ് കുറയും, അതിൻ്റെതായ സാലറി കുറയുകയും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ പല വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നമ്മൾ പുതിയതായിട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഉണ്ടാകാൻ പോകുന്ന കൾച്ചറൽ ഷോക്കുകളും അതുപോലെ തന്നെ സ്ട്രഗിൾസിൻ്റെ ഒക്കെ കുറച്ച് എൻ്റെ മൈൻഡിൽ വന്ന കുറേ പോയിന്റുകളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.